Hi, welcome to Exandria Olympiads. So, geometry question നോക്കാം തന്നിട്ടുള്ളത് the x radii of a triangle are 10 1 by 2 and 12 and 14. If the sides of the triangle are the roots of the cubic equation x cube minus px square plus qx minus r equal to 0, where p, q, r are integers, find the integer nearest to root of p plus q plus r. അപ്പം എക്സ് റേഡിയസ് തന്നിട്ടുണ്ട്, ഒരു സർക്കിളിൻ്റെ എക്സ് റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് എന്താണ് എക്സ് റേഡിയസ് എന്നുള്ളത് ആദ്യം അറിയണം അല്ലേ. എന്താണ് എക്സ് റേഡിയസ് നോക്കാം. ഇപ്പോൾ തന്നിട്ടൊരു ലൈക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. ട്രയാങ്കിളിൻ്റെ ഞാൻ നെയിം ചെയ്യാം. ഇവിടെ മേ ബി ലൈക്ക് എ ബി സി എന്ന് പറഞ്ഞാൽ നെയിം ചെയ്യാം. ഓക്കെ, ഇതാണ് എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ട്. അതിന് എ ബി എന്ന് പറഞ്ഞ ലൈൻ ഞാൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. സിമിലർലി ബി സി എന്ന് പറയുന്ന ലൈൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ അത് മൂന്നും ടച്ച് ചെയ്യുന്ന എ സി എന്ന് പറയുന്ന ലൈനും ഈ എക്സ്റ്റെൻഡഡ് ലൈൻസും തമ്മിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഞാനൊരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ ആ സർക്കിളിനെയാണ് എക്സ് സർക്കിൾ എന്ന് വിളിക്കുന്നത്. ആ സർക്കിളിൻ്റെ റേഡിയസ് ആണ് എക്സ് റേഡിയസ് എന്ന് പറയും. സോ എന്താണ് ഈ റേഡിയസ് ആണ് എക്സ് റേഡിയസ്. ഓക്കെ, ഇതാണ് ആർ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് തന്നിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് നമുക്ക് എക്സ് റേഡിയസിൻ്റെ ഇക്വേഷൻ നോക്കണം. ലൈക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് മുമ്പ് എക്സ് റേഡിയസ് എന്താണ്, എക്സ് റേഡിയസും ലൈക്ക് ഏരിയാസ് ഓഫ് ട്രയാങ്കിൾസും തമ്മിലുള്ള റിലേഷൻസ് എന്താണെന്നുള്ള കാര്യങ്ങൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇതും ഈ രണ്ട് ലൈൻസും യോജിപ്പിക്കും. തന്നിട്ടുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ കാണണം. തന്നിട്ടുള്ള ട്രയാങ്കിൾ ഏതാണ്, എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളാണ് അല്ലേ. ഈ ട്രയാങ്കിളാണ് എ ബി സി, അല്ലെങ്കിൽ തന്നിട്ടുള്ള ട്രയാങ്കിൾ അതാണ്. ഇതിൻ്റെ ഏരിയ എങ്ങനെ കാണാം. ഇതിൻ്റെ ഏരിയ കാണാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചേ, ഇവിടെ ഈ ട്രയാങ്കിളിൽ ഞാൻ സെൻറ്റർ ഇവിടെ മാർക്ക് ചെയ്യാം, ഒ എന്ന് പറഞ്ഞ പോയിന്റ് വെച്ചിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ബി ഒ സി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയയും ഏതൊക്കെ, ബി ഒ സി എന്ന് പറയുന്ന ട്രയാങ്കിളും ബി ഒ എ എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ ആഡ് ചെയ്യാം. അപ്പോൾ എക്സ്ട്രാ എന്താ വരുന്നത്, ഈ ഒരു ഭാഗം വരുന്നില്ലേ, ആ എ ഒ സി എന്ത് ചെയ്യുക, മൈനസ് ചെയ്യാണ് ചെയ്യുക. സോ ആ ഒരു രീതിയിലാണ് ഇത് പ്രൊസീഡ് ചെയ്യുന്നത്. സോ നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ തന്നിട്ടുള്ള ട്രയാങ്കിൾ എ ബി സി ആണ് കാണേണ്ടത്. ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ ആണ് നമുക്ക് കാണേണ്ടത്. അതാണ് നമ്മുടെ ഫൈനൽ എയിം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ട്രയാങ്കിൾ ബി സിയോടെ ഏരിയ കാണാം. ട്രയാങ്കിൾ ബി സിയോടെ ഏരിയ എങ്ങനെ വരിക, ഹാഫ് ഇൻറ്റു അല്ലേ. ഈ സൈഡ്സ് ഞാൻ മാർക്ക് ചെയ്യട്ടെ. സൈഡ്സ് ഏതൊക്കെയാണ് മാർക്ക് ചെയ്യാം. ഈ വേർട്ടെക്സ് എ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു പോയിന്റ് എ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിനെ, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിനെ ഞാൻ സ്മോൾ എ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതിന് നേരെ ഓപ്പോസിറ്റ് ബിയുടെ വേർട്ടെക്സ് നേരെ ഓപ്പോസിറ്റുള്ള സൈഡ് ഇത് ബി എന്നുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലൈന് സി എന്നുകൊണ്ടും, എ ബി എന്ന് പറയുന്നത് ലെങ്ത് സി എന്ന് സ്മോൾ സി കൊണ്ടും റെപ്രസെൻറ്റ് ചെയ്യാം. സോ ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ വരാം, ഹാഫ് ഇൻറ്റു എന്താണ് എ എടുക്കുക അല്ലേ, എ ഇൻറ്റു ഇതിൻ്റെ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കാണണം. ഈ ഒരു ട്രയാങ്കിൾ അല്ലേ, ഈ ഒരു ട്രയാങ്കിളാണ് എടുക്കുന്നത്, ഈ ഒരു ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ, ഈ സൈഡ് ഹാഫ് ഇൻറ്റു ഈ സൈഡ് ഇൻറ്റു എ ഇൻറ്റു ഈ ഹൈറ്റ് കിട്ടേണ്ട. ഈ ട്രയാങ്കിളുടെ ഹൈറ്റ് എന്താ വരിക, ഈ ട്രയാങ്കിളുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ് ആക്ച്വലി വരുന്നത്, ഈ ആർ അല്ലേ. യെസ്, ആർ ബി എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യാം. എന്താണ്, ഈ ആർ ആണ് ആക്ച്വലി അതിൻ്റെ ഹൈറ്റ് വരും. സോ എങ്ങനെ എഴുതാം, ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ആർ ബി എന്ന് പറഞ്ഞാൽ. സിമിലർലി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ബി ഒ ഡി എന്ന് പറയുന്ന ബി ഒ എ എന്ന് പറയുന്ന ട്രയാങ്കിൾ നോക്കുക. ബി ഒ എ എന്ന് പറയുന്ന ട്രയാങ്കിളും സെയിം പോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെയിം പാറ്റേൺ ആണ് വരിക. സോ എങ്ങനെയാണ്, ട്രയാങ്കിൾ ബി ഒ എയുടെ ഏരിയ എന്താ വരിക, ഹാഫ് ഇൻറ്റു എന്താ വരിക, ആ ട്രയാങ്കിൾ ബി ഒ എ ഇതല്ലേ ആ ട്രയാങ്കിൾ ഉണ്ടാവുക. അപ്പോൾ ലൈക്ക് അതിൻ്റെ ബേസ് അതേതാണ്, സി ഇൻറ്റു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, സി ഇൻറ്റു പിന്നെ ഈ ട്രയാങ്കിളിൻ്റെ ബി ഒ എ എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്താ വരിക, ബി ഒ എ എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഹൈറ്റും എന്ത് തന്നെ വരിക, സെയിം ആർ ബി തന്നെ അല്ലേ വരിക അല്ലേ. കാരണം എന്താണ്, ഇതായിരിക്കും ഹൈറ്റ് വരിക അല്ലേ. ഞാൻ ഇവിടെ ഡിനോട്ട് ചെയ്യാം, ആർ ബി ആണ്, ഇതാണ് ഹൈറ്റ് വരിക അല്ലേ, ഇതാണ് ഹൈറ്റ് വരിക. സോ ആ ആർ ബിൻ്റെ അല്ലേ വരിക. കാരണം എന്താണ്, ഇതൊക്കെ എന്താണ് റേഡിയസ് ഓഫ് സർക്കിൾ തന്നെയാണ്. സോ എന്ത് ചെയ്യും, ആർ ബി വരും. ഓക്കെ, അടുത്തത് ഏതാ നോക്കാം. അടുത്തത് എന്താണ്, ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഏരിയാസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഏരിയാസ് കണ്ടിട്ടുണ്ട്. നമ്മളുടെ എയിം എന്താണ്, ആക്ച്വലി ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണണം. സോ ഈ മൊത്തം ട്രയാങ്കിൾ അല്ലെങ്കിൽ ഈ മൊത്തം ക്വാഡ്രിലാറ്ററലിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഭാഗം മൈനസ് ചെയ്താൽ മതി അല്ലേ. ഏതാ ഭാഗം മൈനസ് ചെയ്യേണ്ടത്, ഈ ഒരു ഭാഗം മൈനസ് ചെയ്യണം. ആ ഭാഗത്തിൻ്റെ ഏരിയ എങ്ങനെ കാണാം, നമ്മൾ കാണാം എങ്ങനെയാണ്. ട്രയാങ്കിൾ എ ഒ സി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ പറയുന്നത് ഹാഫ് ഇൻറ്റു എന്താണ്, ഈ സൈഡ് എത്രയാണ്, ഈ സൈഡ് ബി ആണെന്ന് അറിയാം. സോ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു ബാക്കി എന്താ വരിക, അതിൻ്റെ ഹൈറ്റ് കിട്ടണം അല്ലേ. സോ ആ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എത്ര വരിക, അത് ആർ ബി അല്ലേ, സെയിം തന്നെയാണ്. സിമിലർലി എന്താണ് ഇവിടെ നോക്കിയാൽ ഏതാണ് ഈ ട്രയാങ്കിൾ എ ഒ സി ആണ് അല്ലേ. എ ഒ സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്താ വരിക, ഈ ലെങ്ത് വരിക. ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്, റേഡിയസ് തന്നെയാണ് അല്ലേ. അതിന് തന്നെയാണ് റേഡിയസ് തന്നെയാണ്. സോ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു ആർ ബി എന്ന്. സോ ടോട്ടൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ്, നമ്മളിതൊക്കെ ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്, ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ കാണാം. സോ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ എനിക്ക് എങ്ങനെ എഴുതാം, ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ വിച്ച് ഇസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ആർ ബി, ആദ്യത്തെ രണ്ടെണ്ണം ആഡ് ചെയ്യണം, ഇൻറ്റു ആർ ബി പ്ലസ് ഹാഫ് ഇൻറ്റു
സി ഇൻറ്റു ആർ ബി അല്ലേ, ഹാഫ് ഇൻറ്റു സി ഇൻറ്റു ആർ ബി. അതിൽ നിന്നിട്ട് എന്ത് മൈനസ് ചെയ്യണം? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു ആർ ബി മൈനസ് ചെയ്യണം. സോ എന്താ വരിക? ഹാഫ് കോമൺ ആണ്, ഹാഫ് ആർ ബി കോമൺ ആണ്, ഹാഫ് ആർ ബി കോമൺ ആണ്, എ പ്ലസ് സി മൈനസ് ബി എന്ന് പറയാം. ഈ ഹാഫ് ഞാൻ ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ഹാഫ് ഉള്ളോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ വരിക? എ ബൈ ടു പ്ലസ് സി ബൈ ടു മൈനസ് ബി ബൈ ടു ആണ്. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ ആർ ബി ഇൻറ്റു, ഞാൻ ഇവിടെ എ ബൈ ടു ഉണ്ട്, ഒരു സി ബൈ ടു ഉണ്ട് അല്ലേ, ഞാൻ ഒരു ബി ബൈ ടു ആഡ് ചെയ്യണം. ഒരു സി ബൈ ടു ഓൾറെഡി ഉണ്ട്, ഞാൻ ഒരു ബി ബൈ ടു ആഡ് ചെയ്യണം എക്സ്ട്രാ. ആ ബി ബൈ ടു ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബി ബൈ ടു പ്ലസ് സി ബൈ ടു, ഒരു എക്സ്ട്രാ ബി ബൈ ടു ആഡ് ചെയ്തിട്ടുണ്ട്. ആ ബി ബൈ ടു എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. സോ എന്ത് പറയാം? മൈനസ് ബി ബൈ ടു മൈനസ് ബി ബൈ ടു. ഇത് ഏതാണ് രണ്ടാമത്തെ മൈനസ് ബി ബൈ ടു എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ്ട്രാ ബി ബൈ ടു വരുന്ന കാരണം അത് മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൈനസ് ബി ബൈ ടു, ഒരു മൈനസ് ബി ബൈ ടു ഓൾറെഡി ഉണ്ട്. സോ ആ മൈനസ് ബി ബൈ ടു ആണ് ഇത്. സോ എന്ത് പറയാം? ആർ ബി ഈക്വൽ ടു ഈ എ ബൈ ടു പ്ലസ് ബി ബൈ ടു പ്ലസ് സി ബൈ ടു എന്ന് പറഞ്ഞാൽ എന്താ? എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു അല്ലേ? യെസ്, എ ബൈ ടു പ്ലസ് ബി ബൈ ടു പ്ലസ് സി ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു ആണ്. ഈ സാധനം എന്താണ്? ഇത് എസ് ആണ്. ഈ എസ് എന്താണ്? ഹെറോൺസ് ഫോർമുലയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഹെറോൺസ് ഫോർമുലയിൽ നിങ്ങൾ ഏരിയ കാണാൻ വേണ്ടിയിട്ട് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. സോ അതിലത്തെ എസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇത് സൂചിപ്പിക്കുന്നത് വിച്ച് ഇസ് എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു. സോ ഈ എൻ്റെ ടേമിന് പകരം ഞാൻ എന്ത് ചെയ്യാം? എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എസ് കൊടുക്കാം, മൈനസ് ബി ബൈ ടു മൈനസ് ബി ബൈ ടു എത്രയാണ്? മൈനസ് ബി. സോ ഡെൽറ്റ, അല്ലെങ്കിൽ ഞാൻ ഏരിയ ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയ, അല്ലെങ്കിൽ ഞാൻ ഡെൽറ്റ എന്ന് ഡിനോട്ട് ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ആർ ബി ഇൻറ്റു എസ് മൈനസ് ബി ആണ്. ഡെൽറ്റ ഇസ് ഈക്വൽ ടു ആർ ബി ഇൻറ്റു എസ് മൈനസ് ബി ആണ് എന്നുണ്ടെങ്കിൽ എനിക്കെങ്ങനെ മാറ്റി എഴുതാം? ആർ ബി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഡിവൈഡഡ് ബൈ എസ് മൈനസ് ബി. സോ ഇതാണ് എന്ത് ചെയ്യുന്നത്? എക്സ് റേഡിയയുടെ ഇക്വേഷൻ വരുന്നത്. ആർ ബി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ബൈ എസ് മൈനസ് ബി. സിമിലർലി നിങ്ങൾക്ക് ആർ എയുടെ കാണാം. ആർ എ എന്താ വരിക? സോ ആർ എ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ബൈ എസ് മൈനസ് എ വരും. ആർ ബി എന്താണ്? ഡെൽറ്റ ബൈ എസ് മൈനസ് ബി ആണ്. ആർ സി ഇസ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ ബൈ എസ് മൈനസ് സി ആണ്. നിങ്ങൾക്ക് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ പ്രൂവ് ചെയ്ത് നോക്കാം. എന്താണ്? ലൈക്ക് സിമിലർ പ്രൊസീജിയർ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഇതാണ് എക്സ് റേഡിയസിൻ്റെ സർക്കിൾ. സോ ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. സോ എക്സ് റേഡിയസ് തന്നിട്ടുണ്ട്. എക്സ് റേഡിയസ് ഓഫ് എ സർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ ആർ 10, half, 12 and 14 if the sides of the triangle are the roots of the cubic equation എന്ന് പറഞ്ഞു. സോ എക്സ് റേഡിയസ് തന്നിട്ടുണ്ട്, 3 എക്സ് റേഡിയസ് തന്നിട്ടുണ്ട്. ഒന്ന് 10.5 ആണ്, 10.5 ആണ്, 10.5 ആണ് ഒന്നാമത്തത്, 10.5 ആണ് ഒന്നാമത്തത്. രണ്ടാമത്തെ എത്രയാണ്? 12 and 14. ഇത് മൂന്നും ആണ് എന്ത് ചെയ്യുന്നത്? എക്സ് റേഡിയസ് വരുന്നത്. വിച്ച് ഈസ് എന്താണ്? ആർ എ ആർ ബി ആർ സി ആണ് അല്ലേ? ആർ എ ആർ ബി ആർ സി ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താ വരിക? ഡെൽറ്റ ബൈ എസ് മൈനസ് എ ഇസ് ഈക്വൽ ടു 10.5, അല്ലെങ്കിൽ എത്രയാണ്? 21/2 അല്ലേ? 21/2. ഡെൽറ്റ ബൈ എസ് മൈനസ് ബി എത്രയാണ്? എസ് മൈനസ് ബി എത്രയാണ്? 12 ആണ്. ഡെൽറ്റ ബൈ എസ് മൈനസ് സി എത്രയാണ്? ഡെൽറ്റ ബൈ എസ് മൈനസ് സി ഇസ് ഈക്വൽ ടു 14 ആണ്. ഓക്കെ, ഈ 3 ഇക്വേഷൻസ് ഉണ്ട് അല്ലേ? എനിക്ക് എന്താണ് 3 ഇക്വേഷൻസ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാം? അവിടെ സോൾവ് ചെയ്യാം. ഇവിടെ 1, 2, 3 ഇക്വേഷൻസ് ഉണ്ട്. 3 ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. 3 ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് ഞാൻ 1/2 ചെയ്യാം, 2/3 ചെയ്യാം, 3/1 ചെയ്യാം. കാരണം എന്താണ്? ഡെൽറ്റ കോമൺ ആണ്. സോ അതെന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. ബാക്കി എന്ത് ചെയ്യും? എസ് എ ബി സിയുടെ ടേംസിലോട്ട് ഇക്വേഷൻസ് കിട്ടും. ഓക്കെ, സോ ആ രീതിയിൽ മാറ്റാൻ പോവാണ്. സോ എന്താ? 1/2 ചെയ്യുന്ന സമയത്ത്, ഇക്വേഷൻ 1/2 ചെയ്യുന്ന സമയത്ത് എന്താ വരിക? ഇക്വേഷൻ 1/2 ചെയ്യുന്ന സമയത്ത് എന്താ വരിക? എസ് മൈനസ് ബി ബൈ എസ് മൈനസ് എ വിൽ ബി ഈക്വൽ ടു എത്ര വരിക? 21/2/12 ആണ്, വിച്ച് ഇസ് 21/24 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എസ് മൈനസ് ബി ബൈ എസ് മൈനസ് എയുടെ വാല്യൂ വിച്ച് ഇസ് എത്ര കൊണ്ട് മൾട്ടിപ്പിൾ ആവും? 3 കൊണ്ട് മൾട്ടിപ്പിൾ ആവും അല്ലേ? 7/8 ആണ്. ഇതാണ് ഒന്നാമത്തെ. സോ എങ്ങനെയാണ് ഇവിടെ ലൈക്ക് ഇനി ആർക്കെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ എസ് മൈനസ് ബി ബൈ എസ് മൈനസ് എ എങ്ങനെ വന്നത്? ലൈക്ക് ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ 1ഉം 2ഉം എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്താണ്? ഡെൽറ്റ ബൈ എസ് മൈനസ് എ അല്ലേ വരിക? യെസ്, ഡെൽറ്റ ബൈ എസ് മൈനസ് എ ഇങ്ങനെ വരിക. ഡെൽറ്റ ബൈ എസ് മൈനസ് എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ബൈ എസ് മൈനസ് ബി ആണ്. സോ ഈ ഡെൽറ്റയും ക്യാൻസൽ ആയി പോകും. ഇവിടെ ഒരു 1/s മൈനസ് എ ഉണ്ടാവും, ഇവിടെ ഒരു 1/s മൈനസ് ബി ഉണ്ട്. ഇത് എന്ത് ചെയ്യും? മുകളിലോട്ട് പോകും. സോ എന്താണ് ഇവിടെ വരുന്നത്? എസ് മൈനസ് ബി ബൈ എസ് മൈനസ് എ വരും. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുണ്ട്? എസ് മൈനസ് ബി ബൈ എസ് മൈനസ് എ വന്നിട്ടുള്ളൂ. ഇനി 2/3 ചെയ്യുന്ന സമയത്ത് എന്താ വരിക? 2/3 ചെയ്യുന്ന സമയത്ത് എന്താ വരിക? 2/3 ചെയ്യുന്ന സമയത്ത് എസ് മൈനസ് സി ബൈ എസ് മൈനസ് ബി അല്ലേ? എസ് മൈനസ് സി ബൈ എസ് മൈനസ് ബി ഇസ് ഈക്വൽ ടു വിച്ച് ഈസ് 12/14 ആണ്. 12/14 വിച്ച് ഈസ് ഈക്വൽ ടു 6/7 ആണ്. ഓക്കെ, 12/14 വിച്ച് ഈസ് ഈക്വൽ ടു 6/7 ആണ്. മൂന്നാമത്തെ എന്താ വരുന്നത്? 3/1 ചെയ്യും. 3/1 ചെയ്യുന്ന സമയത്ത് എന്താ വരിക? എസ് മൈനസ് എ ബൈ എസ് മൈനസ് സി ഇസ് ഈക്വൽ ടു എസ് മൈനസ് എ ബൈ എസ് മൈനസ് സി ഇസ് ഈക്വൽ ടു 14/21/2. 14/21/2. ആ 21/2 ബൈ2 ആണ് എന്ത് ചെയ്യുന്നത്? മുകളിലോട്ട് പോകുന്നത്. 21/2 ആണ് ഉണ്ടാവുക. സോ എന്ത് ചെയ്യും? 28/21 ആവും. സോ എന്ത് ചെയ്യും? ഇൻറ്റു 2 വിച്ച് ഇസ് 28/21 ആ വരിക.
28 21 ഏത് കോമൺ ആണ്? 7 കോമൺ ആണ്, വിച്ച് ഇസ് എന്താണ് വരിക? 4/3 ആണ് അതിൻ്റെ ആൻസർ വരും. സോ എസ് മൈനസ് ബി ബൈ എസ് മൈനസ് എയുടെ വാല്യൂ അറിയാം 7/8 ആണ്. എസ് മൈനസ് സി ബൈ എസ് മൈനസ് ബിയുടെ വാല്യൂ അറിയാം 6/7 ആണ്. ആൻഡ് എസ് മൈനസ് എ ബൈ എസ് മൈനസ് സിയുടെ വാല്യൂ അറിയാം 4/3 ആണ്. ഓക്കെ, ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എസ് മൈനസ് ബി ബൈ എസ് മൈനസ് എ ഞാൻ 7/8 ആണല്ലോ ഉള്ളത്. എസ് മൈനസ് ബി ബൈ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാം. 3 ലീനിയർ ഇക്വേഷൻസ് വേണമെങ്കിൽ സോൾവ് ചെയ്യാം. എസിൻ്റെയും എ ബി സി 4 ടേംസ് ഉണ്ട്, 4 വേരിയബിൾസ് ഉണ്ട്, 3 ഇക്വേഷൻസ് ആണുള്ളത്. ലീനിയർ ഇക്വേഷൻസ് ആക്കിയിട്ട് വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് സോൾവ് ചെയ്യാം. ഞാൻ കുറച്ച് വ്യത്യാസമായിട്ട് ചെയ്യാം. അതായത് ഇവിടെ എസ് മൈനസ് ബി ബൈ എസ് മൈനസ് എ 7/8 ആണല്ലോ. സോ എസ് മൈനസ് ബി ബൈ എസ് മൈനസ് എ വിച്ച് ഈസ് ഈക്വൽ ടു 7/8 ആണ്. 7/8 ആണ് തന്നിട്ടുണ്ട്. എസ് മൈനസ് ബി ബൈ എസ് മൈനസ് എ ഇസ് ഈക്വൽ ടു 7/8 ആണ്. ഈ എസ് മൈനസ് ബി ഞാൻ എന്ത് ചെയ്യുകയാണ്? 7K ആക്കി എടുക്കാം. അങ്ങനെയാണെങ്കിൽ എസ് മൈനസ് എ എന്താ വരിക? അത് 8K വരും അല്ലേ? എസ് മൈനസ് ബി 7K ആണെങ്കിൽ എസ് മൈനസ് എ എന്താണ്? 8K ആണ് വരിക. സോ എസ് മൈനസ് ബി എസ് മൈനസ് എ കിട്ടിയിട്ടുണ്ട്. സോ അത് ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കാം. ഏതെങ്കിലും ഒരു ഇക്വേഷനിലോട്ട് കൊടുത്തേ. ഇവിടെ എന്താ എസ് മൈനസ് സി ബൈ എസ് മൈനസ് ബി അല്ല വരുന്നത്. എസ് മൈനസ് ബിക്ക് വരാൻ 7K കൊടുക്കുക. അപ്പോൾ 7K എസ് മൈനസ് സി ബൈ 7K ഇസ് ഈക്വൽ ടു 6/7 വരും. ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് മൈനസ് സിയുടെ വാല്യൂ എത്ര വരും? 6K വരും. സോ എന്താ വരിക? എസ് മൈനസ് സിയുടെ വാല്യൂ 6K വരും. അത് 3 കൂടെ ആഡ് ചെയ്യാണ്. അപ്പോൾ എന്താ വരിക? 3s മൈനസ് എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 21K വരും അല്ലേ? ഈ 3s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എ പ്ലസ് ബി പ്ലസ് സിയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. എ പ്ലസ് ബി പ്ലസ് സി എന്താണ്? എ പ്ലസ് ബി പ്ലസ് സി. എസ് എന്താണ് ആക്ച്വലി? എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ആണ്. അല്ലെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി എന്താണ്? 2s ആണ്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ 3s മൈനസ് 2s ഇസ് ഈക്വൽ ടു 21K വിച്ച് ഈസ് എസ് ഇസ് ഈക്വൽ ടു 21K. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ എസിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? എ ബി സിയുടെ വാല്യൂസ് കെയുടെ ടേംസിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. എസിൻ്റെ വാല്യൂ 21K ആണെങ്കിൽ എയുടെ വാല്യൂ എത്ര വരിക? ഇവിടെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇത് 21 ആണെങ്കിൽ 21 മൈനസ് 8 ആണ് വരിക അല്ലേ? വിച്ച് ഇസ് എന്താണ്? 13K വരും. എ സി ഈക്വൽ ടു 13K. ബിയുടെ വാല്യൂ എത്ര വരിക? ബി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ 21 മൈനസ് 7 എത്രയാണ്? വിച്ച് ഇസ് 14K വരും. 14K. ആൻഡ് സി ഇസ് ഈക്വൽ ടു എത്ര വരും? സി നോക്കാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എത്രയാണ് കൊടുക്കുക? 21K കൊടുക്കുക. എസിന് പകരം 21K കൊടുക്കുന്ന സമയത്ത് 21 മൈനസ് 6 വിച്ച് ഇസ് ഈക്വൽ ടു 15K ആണ് സിയുടെ വാല്യൂ. ഇതാണ് നമുക്ക് എ ബി സിയുടെ വാല്യൂസ് ഇൻ ടേംസ് ഓഫ് കെ കിട്ടുന്നത്. നമുക്ക് കെയുടെ വാല്യൂ കണ്ടെത്തണം. കെയുടെ വാല്യൂ കണ്ടെത്താൻ എന്താ ചെയ്യുക? നമ്മളുള്ള ഇക്വേഷൻസ് അറിയാം. ആർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ ബൈ എസ് മൈനസ് ബി ആണ്. നമുക്ക് അറിയുന്ന ഇക്വേഷനാണ് അല്ലേ? ഈ ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? റൂട്ട് ഓഫ് നിങ്ങൾക്ക് ഹെറോൺസ് ഫോമിൽ അറിയാമെന്നുണ്ടെങ്കിൽ എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ആണ് അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. വിച്ച് ഈസ് എസ് എന്താണ്? 21K ഇൻറ്റു എസ് മൈനസ് എയുടെ വാല്യൂ എത്രയാണ്? എസ് മൈനസ് എയുടെ വാല്യൂ 8 ഇൻറ്റു എസ് മൈനസ് എ എത്രയാണ്? 8K. എസ് മൈനസ് ബി 7K ആൻഡ് എസ് മൈനസ് സി 6K. സോ 8K ഇൻറ്റു 7K ഇൻറ്റു 6K ആണ്. സോ എത്ര വരിക? ഇവിടെ K ഉണ്ട്. എത്ര K ഉണ്ട് അല്ലേ? K ഇൻറ്റു വിച്ച് ഇസ് എന്താണ്? K സ്ക്വയർ പുറത്തിറങ്ങും. സോ എന്ത് ചെയ്യും? K സ്ക്വയർ ഇറങ്ങും. ഇവിടെ ബാക്കിയുള്ളത് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ 21 ഉണ്ട് വിച്ച് ഇസ് 3 ഇൻറ്റു 7 ആണ്. ഇവിടെ 8 ഉണ്ട് വിച്ച് ഇസ് 2 ക്യൂബ് ആണ് വിച്ച് ഇസ് 7 ഇൻറ്റു 2 ഇൻറ്റു 3 ആണ് വരുന്നത്. സോ ഒരു 2/4 വരുന്നുണ്ട് അല്ലേ? 2/4 വരുന്നുണ്ട്. സോ ഒരു 2 സ്ക്വയർ പുറത്തിറങ്ങും. ബാക്കിയുള്ള ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്താ വരിക? ഇവിടെ 2 ക്യൂബ് ഉണ്ട്, ഇവിടെ 2 ക്യൂബ് ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. സോ എന്താ ഒരു 2 സ്ക്വയർ പുറത്തിറങ്ങും. ബാക്കി എന്താ വരിക? ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. സോ ഒരു 3 പുറത്തിറങ്ങും. ഇവിടെ ഒരു 7 സോ ഒരു 7 പുറത്തിറങ്ങും. ഒരു K സ്ക്വയർ. സോ 21 ഇൻറ്റു 4 അല്ലേ? വിച്ച് ഇസ് 84K സ്ക്വയർ ആണ് ഡെൽറ്റ കിട്ടുക. ഡെൽറ്റ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആർ ബി അറിയാലോ. ഇവിടെ എത്രയാണ് ആർ ബി തന്നിട്ടുള്ളത്? എത്രയാണ്? ആർ ബി 12 ആണ് തന്നിട്ടുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ആർ ബി 12 ആണ്. സോ 12 ഇസ് ഈക്വൽ ടു ഡെൽറ്റ എത്രയാണ്? 84K സ്ക്വയർ ഡിവൈഡഡ് ബൈ 84K സ്ക്വയർ ഡിവൈഡ് ബൈ എസ് മൈനസ് ബിയുടെ വാല്യൂ എത്രയാണ്? എസ് മൈനസ് ബിയുടെ വാല്യൂ 7K ആണ്. സോ 12 ഇൻറ്റു 7 എത്രയാണ്? 84 ആണ്. സോ K കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി K ഇസ് ഈക്വൽ ടു 1 കിട്ടും. സോ കെയുടെ വാല്യൂ എന്താണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ എസും എ ബി സിയുടെ വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എയുടെ വാല്യൂ, ബിയുടെ വാല്യൂ, സിയുടെ വാല്യൂ എത്രയാണ് വരിക? ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, എയുടെ വാല്യൂ, ബിയുടെ വാല്യൂ, സിയുടെ വാല്യൂ 13, 14, 15 വരും അല്ലേ? 13, 14 ആൻഡ് 15. 13K, 14K ആൻഡ് 15K ആണ്. സോ കെയുടെ വാല്യൂ എന്താണ്? 1 കിട്ടിയിട്ടുണ്ട്. സോ ലൈക്ക് എ ബി സിയുടെ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ പറഞ്ഞുള്ളത് നോക്കാം. ഇഫ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ആർ ദ റൂട്ട്സ് ഓഫ് ദ ക്യൂബിക്, അതായത് എ ബി സി അല്ലേ? എ ബി സി ആണ് സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ. അതെന്താണ്? ഇതിൻ്റെ റൂട്ട്സ് ആണ് തന്നിട്ടുണ്ട്. റൂട്ട്സ് ഓഫ് ദ ക്യൂബിക് x³ മൈനസ് px² പ്ലസ് qx മൈനസ് r ഈക്വൽ ടു 0 where p, q, r are integers. Find the nearest integer nearest to root of p plus q plus r ആണ്. അപ്പോൾ ഇക്വേഷൻ തന്നിട്ടുള്ള x³ മൈനസ് px² പ്ലസ് x³ മൈനസ് x³ മൈനസ് px² പ്ലസ് qx
മൈനസ് ആർ ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ. ഇതിൻ്റെ റൂട്ട്സ് ആണ് എന്ത്? എ ബി സി, അതായത് 13, 14, 15. ഇതെന്താണ്? റൂട്ട്സ് ആണ്. നമുക്കറിയാം ഇത് റൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുക, ഹയസ്റ്റ് പവർ എന്താണ്? എക്സ് ക്യൂബ് ആണ്. എക്സ് ക്യൂബിൻ്റെ കോഷ്യൻ എന്താണ്? 1 ആണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇക്വേഷനെ നമുക്ക് x-13 ഇൻറ്റു x-14 ഇൻറ്റു x-15 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ? സോ ഇതാണ് എന്ത് ചെയ്യുന്നത്? വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ് ക്യൂബ് മൈനസ് പി എക്സ് സ്ക്വയർ പ്ലസ് ക്യൂ എക്സ് മൈനസ് ആർ ഈക്വൽ ടു 0. ഇതിലേക്ക് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷേ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്തിലേക്ക് എന്താണ്? നിങ്ങൾക്ക് എന്നിട്ട് ക്വാണ്ടിറ്റീസ് കമ്പയർ ചെയ്തിട്ട് പി ക്യൂ ആർ കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. പക്ഷേ എന്താണ്? ലെങ്തിയർ പ്രോസസ് ആണ്. കാരണം എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നിങ്ങൾക്ക് ഒരു ക്യൂബിക് ടേം ആണ്. എന്ത് ചെയ്യണം? ഒരുപാട് മൾട്ടിപ്ലിക്കേഷൻസ് ഒക്കെ വരും. സോ കാൽക്കുലേഷൻ എറേഴ്സിനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇവിടെ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്സിന് പകരം ഞാൻ -1 കൊടുക്കാം. എക്സിന് പകരം -1 കൊടുക്കാം. എക്സിന് പകരം -1 കൊടുക്കുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താ വരിക? -14 ഇൻറ്റു -15 ഇൻറ്റു -16 ആണ് വരിക. വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ വരിക? -1 -p -q -r ഈക്വൽ ടു 0. അല്ലെങ്കിൽ 0 അല്ല, -1 -p -q -r. സോ ഇവിടെ നോക്കുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഇവിടെ എന്താ ബാക്കി വരിക? 14 -14 × 15 × 16 ഈക്വൽ ടു 1 + p + q + r ആണ് വരിക അല്ലേ? ഒരു മൈനസ് ഉണ്ടാവും. കാരണം എന്ത് ചെയ്യുന്നുണ്ട്? 3 നെഗറ്റീവ്സ് ഉണ്ട് ഇവിടെ. മൈനസിൻ്റെ മൈനസ് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ബാക്കി വരും. ഇവിടെ എന്താണ്? ഇവിടെ ബാക്കി ഒരു നെഗറ്റീവും ഉണ്ടാവും അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു നെഗറ്റീവും കൂടെ ഉണ്ടാവും. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു -1 ഉണ്ട്. ഈ -1ഉം ഈ -1ഉം ക്യാൻസലോ അല്ലേ? ഈ -1ഉം ക്യാൻസലും. ബാക്കി എന്താ വരിക? 1 + p + q + r = 14 × 15 × 16 ആണ് വരിക. സോ p + q + rൻ്റെ വാല്യൂ എത്ര വരിക? 14 × 15 × 16 -1 ആണ് വരിക. സോ p + q + rൻ്റെ വാല്യൂ 14 × 15 × 16 -1 ആണ്. ഓക്കെ, സോ ചെയ്ത് നോക്കാം. ഇവിടെ 14 × 15 × 16 എത്ര വരിക? 15 × 15 എന്ന് പറഞ്ഞാൽ 225 ആണ്. അതിനൊരു 15 പോയി കഴിഞ്ഞാൽ 220 - 10 വിച്ച് ഇസ് ഈക്വൽ ടു 210 × 16 ആണ് വരിക. 21 × 60 എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് 6, 12, 13, 3, 1 ആൻഡ് 2, 2, 3 അല്ലേ? സോ 3360 -1 ആണ്. വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി എത്ര വരും? 3359 ആണ് വരട്ടെ. സോ റൂട്ട് ഓഫ് p + q + r ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ എന്താണ്? റൂട്ട് ഓഫ് 3359 ആണ് വരിക. സോ വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി കമ്മിങ് ടു 358 ആണ് എന്ത് ചെയ്യുക? ഇതിൻ്റെ ആൻസർ ആയിട്ട് വരും.